എന്താ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു, എന്താണ് ഭീമാപ്പള്ളിയിൽ 8 മണി കഴിഞ്ഞാലും പോളിംഗ് തീരില്ല, അത്രത്തോളം നീണ്ട നിര എന്ന് പ്രേക്ഷകൻ പറയുന്നത്. കമന്റ് ഇപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. എനിക്ക് ഭീമാപ്പള്ളിയിൽ ഷഫീദ് റാവത്തുണ്ട്. ഷഫീദ്, അത്ര 8 മണിയോളം നീളുന്ന ക്യൂ ഉണ്ടോ അവിടെ? കശ്മീർ ഉറപ്പായിട്ടും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും വളരെ വൈകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ ആദ്യം കാണാം. അതായത് ഭീമാപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആളുകൾ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഏതാണ്ട് 4 മണി തൊട്ട് ആളുകളുടെ നീണ്ട നിര ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പോളിംഗ് ബൂത്തിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 4 മണി മുതലാണ് ഇങ്ങനെ ഒരു നീണ്ട നിര ഈ ബൂത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങിയത്. അതിൽ കൂടുതലും സ്ത്രീകളാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സാധാരണഗതിയിൽ തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ വൈകുന്നേരം ഒരു ഉണ്ടായെങ്കിൽ പോലും അതൊരു 6-6:30 വരെ നീളുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ അതല്ല. തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ അപ്പാടെ നീണ്ട ക്യൂ നമുക്ക് കാണാൻ സാധിക്കും. അത് ഭീമാപ്പള്ളി മാത്രമല്ല, ഭീമാപ്പള്ളിക്ക് അപ്പുറത്തേക്ക് പൂന്തുറ, വലിയതുറ ഭാഗങ്ങളിലേക്കടക്കം വലിയ ക്യൂ ഉണ്ട്. അത് സ്വാഭാവികമായും ഏത് രീതിയിലായിരിക്കും മണ്ഡലത്തിന്റെ വോട്ടിംഗ് പാറ്റേണിനെ ബാധിക്കുക, സ്വാധീനിക്കുക എന്നുള്ള കാര്യം നമുക്കിപ്പോഴും വ്യക്തമല്ല. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്കനുസരിച്ച് 5-15 വിവരമനുസരിച്ച് 62.52 ആണ് പോളിംഗ് ശതമാനം. കഴിഞ്ഞ തവണ, അതായത് ഏറ്റവും ഒടുവിൽ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ഒരു ശതമാനക്കണക്ക് നമ്മൾ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ചർച്ച ചെയ്യുന്നതിനാണ്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇങ്ങനെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒരു പക്ഷേ കഴിഞ്ഞ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കഴിഞ്ഞ തവണ 73.06 ആയിരുന്നു പോളിംഗ് ശതമാനം. അത് എത്രത്തോളം എത്തിച്ചേരും എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നഗരമേഖലകളിൽ പക്ഷേ ഇതിനോടകം തന്നെ ബൂത്തുകൾ ഒഴിഞ്ഞിട്ടുണ്ട്. ബൂത്തുകളിൽ ഇത്രത്തോളം ക്യൂകളോ ഇത്തരത്തിലുള്ള തിരക്കുകളോ ഇല്ല എന്നുള്ളത് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മലയോര മേഖലകളിലും ചിലയിടങ്ങളിൽ ക്യൂ ഉണ്ട് എന്നുള്ളതും നമുക്ക് വിവരമായി ലഭിക്കുന്നുണ്ട്. പക്ഷേ തീരദേശ മേഖലകളിൽ കാര്യമായിട്ടുള്ള ക്യൂ തുടരും. ഭീമാപ്പള്ളിയിൽ ഒരു പക്ഷേ നമ്മൾ പ്രേക്ഷകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് 7 മണിക്ക് ശേഷവും കടന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോളിംഗ് ബൂത്തിലെത്തി ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും വോട്ട് ചെയ്തിട്ട് മടങ്ങാം. അങ്ങനെ ഒരു നീണ്ട നിര ഇവിടെ ഉണ്ട്. അങ്ങനെ അവരൊക്കെ വീണ്ടും ടോക്കൺ വാങ്ങി ക്യൂവിൽ നിന്ന് 8 മണി വരെയൊക്കെ നിന്നിട്ടാണെങ്കിലും വോട്ട് ചെയ്തേ മടങ്ങൂ എന്ന് നമുക്ക് കരുതാം.